ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇതുപോലുള്ള നല്ല കറിവേപ്പില തൈകൾ എങ്ങനെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ നോക്കുക. അപ്പോൾ അത് നമ്മൾ കുട്ടികൾക്ക് ഉപയോഗിക്കണമല്ലോ ഈ പാമ്പേഴ്സ്. അപ്പോൾ അത് ചില ആളുകൾ കലക്ഷിയായിട്ട് വലിച്ചെറിയലാണ്. അപ്പോൾ അത് അങ്ങനെ വലിച്ചെറിയാതെ നമ്മൾ റോഡിൽ കൂടെ ഒക്കെ പോകുമ്പോൾ ചില സമയത്തുണ്ടാവും റോഡരികിലൊക്കെ ഇങ്ങനെ കവറിൽ കെട്ടിയിട്ട് വലിച്ചെറിഞ്ഞിട്ട്. അപ്പം അങ്ങനെയൊന്നും ചെയ്യാതെ നമ്മൾ ഈ കറിവേപ്പില പോലുള്ള ഓരോരോ തൈകൾക്ക് നമ്മൾ വളമാക്കി ഇട്ട് കൊടുക്കുക. അപ്പോൾ ഈ കറിവേപ്പിലിൻ്റെ ചോട്ടിൽ ഒരു ചെറിയ കുഴി ഉണ്ടാക്കിയിട്ട് അതിലേക്ക് ഈ ജെല്ല് ഒഴിവാക്കുക. അതിന് വേരിനൊന്നും കേടുപറ്റാതെ ഒഴിവാക്കുക. അപ്പോൾ നല്ല രൂപത്തിൽ അത് വളർത്തി കിട്ടും. പിന്നെ അതേമാതിരി നമ്മൾ പഴത്തൊലി നമ്മൾ തിന്നു കഴിഞ്ഞാൽ കുട്ടികളായാലും ആരായാലും അങ്ങോട്ട് ഒഴിവാക്കും. അപ്പോൾ അങ്ങനെ ചെയ്യാതെ നമ്മൾ മുളക് തൈകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ ചോട്ടിൽ കൊണ്ടുപോയി ഇട്ട് കൊടുക്കുക. ഒന്നുമില്ലെങ്കിൽ ചെറിയ കഷ്ണങ്ങളാക്കി ഇട്ട് കൊടുക്കുക, അല്ലെങ്കിൽ ഇങ്ങനെ കൊണ്ടുപോയിട്ട് ഇട്ടാലും മതി. അപ്പോൾ ഇതുപോലെയുള്ള നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങുമ്പോൾ ഇതേപോലെയുള്ള മുളകാണല്ലോ നമ്മൾ വാങ്ങൽ. അപ്പോൾ അത് ഉണങ്ങി കഴിഞ്ഞാൽ നമ്മൾ ഓരോരോ കവറിൽ, ഞങ്ങളങ്ങനെ ചെയ്യൽ, ഓരോരോ കവറിലാക്കിയിട്ട് അതിൽ വിത്തിട്ട് കഴിഞ്ഞാൽ വല്ലാതൊന്നും ഇങ്ങനെ കായ്ച്ച് കാണില്ല. ചിലത് മുരടിച്ച് ഇങ്ങനെ പോകും ഒന്നതാവാതെ. അപ്പോൾ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നല്ല പൂവിടും, നല്ല കായ് കിട്ടും, നമുക്ക് ഉപയോഗിക്കുകയും ചെയ്യാം. അപ്പോൾ ഇങ്ങനെ ചെയ്ത് നോക്കാം.